നാരായണി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് റോസ്റ്റ് ആണ്. അതിനായിട്ട് ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്. 4 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 3-4 വെളുത്തുള്ളി, അരക്കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട്, 3-4 പച്ചമുളക്. എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 10 മിനിറ്റ് മൂടി വയ്ക്കാം. സവാള ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള ഒരു നല്ല ബ്രൗൺ ഷേപ്പ് ആവുന്ന വരെ നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ സവാള ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാൻ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് വാടാനായിട്ട് നമുക്ക് 10 മിനിറ്റ് അടച്ചു വെക്കാം. തക്കാളി എല്ലാം നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്.
നമ്മൾ എഗ്ഗ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ഗ്രേവിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. കറിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു. ഇത് ജസ്റ്റ് നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്, എഗ്ഗ് റോസ്റ്റ്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്തത്. ഇപ്പം നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫൈനലി നമ്മുടെ എഗ്ഗ് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.